നമസ്കാരം, പി സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ലാബ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഡീപ് ലെവൽ റിലേറ്റഡ് ഫാക്ട്സ് ഡേ 3 ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ഇതിനു മുമ്പുള്ള 2 ക്ലാസ്സുകൾ കാണാത്ത സുഹൃത്തുക്കൾ അത് കണ്ടിട്ട് ദയവ് ചെയ്ത് നമ്മളുടെ ഡേ 3 കാണാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് എങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. 22ാമത്തെ ചോദ്യം, രക്തത്തിലെ പ്ലാസ്മയിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ്? ഉത്തരം ഗ്ലോബുലിൻ. പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തം. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തം. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഹെമറ്റോളജി. ദ്രാവക രൂപത്തിലുള്ള സംയോജക കല എന്നറിയപ്പെടുന്നത് രക്തം. ഇമ്പോർട്ടന്റ് ആണ്. ദ്രാവക രൂപത്തിലുള്ള സംയോജക കല എന്നറിയപ്പെടുന്നത് രക്തമാണ്. രക്തത്തിന്റെ pH മൂല്യം 7.4. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രക്തത്തിന്റെ pH മൂല്യം 7.4. ശരീരത്തിലുള്ള പോഷക ഘടകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചുകൊണ്ടു പോകുന്നത് രക്തം. ശരീരത്തിലുള്ള പോഷക ഘടകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചുകൊണ്ടു പോകുന്നത് ആരാ? രക്തമാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് രക്തമാണ്. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് ആരാ? രക്തമാണ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗ്ലൂക്കോസ് എന്ന്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ ശരാശരി അളവ് 5 ലിറ്റർ അല്ലെങ്കിൽ 5 ലിറ്റർ മുതൽ 6 ലിറ്റർ വരെ കേട്ടോ. ഓർത്തോളണേ, മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ ശരാശരി അളവ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ 5 ലിറ്റർ അല്ലെങ്കിൽ 5 ലിറ്റർ മുതൽ 6 ലിറ്റർ വരെ. രക്തത്തിലെ പ്രധാന ഘടകങ്ങളാണ് പ്ലാസ്മയും രക്തകോശങ്ങളും. രക്തത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആരൊക്കെയാ? ഒരാൾ പ്ലാസ്മയും മറ്റൊരാൾ എന്താണ്? രക്തകോശങ്ങളും. രക്തത്തിൽ എത്ര ശതമാനമാണ് രക്തകോശങ്ങൾ കാണപ്പെടുന്നത്? 45%. രക്തത്തിൽ എത്ര ശതമാനമാണ് രക്തകോശങ്ങൾ കാണപ്പെടുന്നത്? 45%. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം എന്നറിയപ്പെടുന്നത് ശ്വാസകോശം. ഇമ്പോർട്ടന്റ് ആണ്. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം എന്നറിയപ്പെടുന്നത് ശ്വാസകോശമാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം എന്ന് ചോദിച്ചാൽ അത് വൃക്കയാണ്. ഇതാണ് തെറ്റുന്നത്. മനുഷ്യ ശരീരത്തിലെ രക്തത്തെ അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം വൃക്കയും രക്തത്തെ ശുദ്ധീകരിക്കുന്ന അവയവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്വാസകോശവുമാണ്. അടുത്തതായി നമുക്ക് നോക്കേണ്ടതാണ് പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗം എന്നറിയപ്പെടുന്നത് പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗം എന്നറിയപ്പെടുന്നത് പ്ലാസ്മയാണ്. പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറം. പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറം. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. രക്തകോശങ്ങൾ കാണപ്പെടുന്ന രക്തഭാഗം പ്ലാസ്മയാണ്. രക്തകോശങ്ങൾ കാണപ്പെടുന്ന രക്തഭാഗം ഏതാ? പ്ലാസ്മയാണ്. പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അളവ് 90% മുതൽ 92% വരെ. ഇമ്പോർട്ടന്റ് ആണ്. രക്തത്തിലെ പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അളവ് എത്രയാ? 90% മുതൽ 92% വരെ. പ്ലാസ്മയിലെ പ്രോട്ടീന്റെ അളവ് 7 മുതൽ 8% വരെ. പ്ലാസ്മയിലെ പ്രോട്ടീന്റെ അളവ് 7 മുതൽ 8% വരെ. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മയാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം എന്നറിയപ്പെടുന്നത് പ്ലാസ്മയാണ്. പ്ലാസ്മ പ്രോട്ടീനുകൾ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. പ്ലാസ്മ പ്രോട്ടീനുകൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാ? ഇതാണ് PSC ചോദിച്ചത്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആന്റിബോഡി നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഗ്ലോബുലിൻ ആണ്. ആന്റിബോഡി നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ആരാ? ഗ്ലോബുലിൻ ആണ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ആൽബുമിൻ ആണ്. രക്തം കട്ട പിടിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. ഇത് മൂന്നും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. രക്തം കട്ട പിടിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാ? ഫൈബ്രിനോജൻ ആണ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ ആണ്. ആന്റിബോഡി നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ ആണ്. ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളതാണ് രക്തകോശങ്ങളെ പറ്റി. ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. ഓർക്കുക, ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാ? അസ്ഥിമജ്ജയിലാണ്. രക്തകോശങ്ങൾ 3 തരം: അരുണ രക്താണുക്കൾ അഥവാ RBC, ശ്വേത രക്താണുക്കൾ അഥവാ WBC, അതുപോലെ പ്ലേറ്റ്ലെറ്റുകളും. അപ്പോൾ രക്തത്തിലെ പ്രധാനപ്പെട്ട രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? അരുണ രക്താണുക്കൾ അഥവാ RBC, ശ്വേത രക്താണുക്കൾ അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കൾ അല്ലെങ്കിൽ WBC, പ്ലേറ്റ്ലെറ്റുകൾ. ഇത്രയുമാണ് നമ്മുടെ രക്തത്തിലെ പ്രധാനപ്പെട്ട രക്തകോശങ്ങൾ എന്ന് അറിയപ്പെടുന്നത്.
ആദ്യമായി നമുക്ക് നോക്കുവാനുള്ളത് അരുണ രക്താണുക്കൾ. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശം എന്നറിയപ്പെടുന്നത് അരുണ രക്താണുക്കൾ. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശം എന്നറിയപ്പെടുന്നത് അരുണ രക്താണുക്കൾ. അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം 120 ദിവസം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം എത്രയാ? 120 ദിവസമാണ്. രക്തത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശങ്ങൾ അരുണ രക്താണുക്കൾ. രക്തത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശങ്ങൾ എന്നറിയപ്പെടുന്നത് ആരാ? അരുണ രക്താണുക്കളാണ്. മർമ്മമില്ലാത്ത രക്തകോശങ്ങൾ അരുണ രക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. മർമ്മമില്ലാത്ത രക്തകോശങ്ങൾ എന്നറിയപ്പെടുന്നത് ഒന്ന് അരുണ രക്താണുക്കൾ അഥവാ RBCയും മറ്റൊന്ന് പ്ലേറ്റ്ലെറ്റുകളുമാണ്. മർമ്മത്തോടു കൂടിയ ചുവന്ന രക്താണുക്കളുള്ള ജീവി ഒട്ടകങ്ങളാണ്. മർമ്മത്തോടു കൂടിയ ചുവന്ന രക്താണുക്കളുള്ള ജീവി ഏതാണ്? ഒട്ടകങ്ങളാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഹീമോഗ്ലോബിൻ ആണ്. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാ? ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ സ്ഥിതി ചെയ്യുന്ന രക്തകോശം അരുണ രക്താണുക്കളിൽ. ഹീമോഗ്ലോബിൻ സ്ഥിതി ചെയ്യുന്ന രക്തകോശം ചോദിച്ചാൽ അത് അരുണ രക്താണുക്കൾ അല്ലെങ്കിൽ RBCക്കുള്ളിലാണ്. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ്. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാ? ഇരുമ്പാണ്. അരുണ രക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുന്നത് കരളിലും പ്ലീഹ അഥവാ സ്പ്ലീനിലും വെച്ച്. അരുണ രക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ നശിക്കപ്പെടുന്നത് എവിടെ വെച്ചാ? ഒന്നുകിൽ കരളിൽ വെച്ച് അല്ലെന്നുണ്ടെങ്കിൽ പ്ലീഹ അഥവാ സ്പ്ലീനിൽ വെച്ച്. അരുണ രക്താണുക്കളുടെ ശിഥിലീകരണം മൂലം ഉണ്ടാകുന്നതാണ് ബിലിറുബിനും ബിലിവ്രിഡിനും. ഇവിടെ വെച്ചങ്ങ് പഠിച്ചോളണേ. അരുണ രക്താണുക്കളുടെ ശിഥിലീകരണം മൂലം ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റുകൾ ഏതൊക്കെയാ? ഒന്ന് ബിലിറുബിനും മറ്റൊന്ന് ബിലിവ്രിഡിനും. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ അഥവാ സ്പ്ലീൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർക്കുക. സ്പ്ലീൻ എന്ന് ഒരുപാട് തവണ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉത്തര സൂചിക നൽകിയിരുന്നു. അതുകൊണ്ട് അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അവനെ സ്പ്ലീൻ എന്ന് പറയും. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം എന്നറിയപ്പെടുന്നത് പ്ലീഹ. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം എന്നറിയപ്പെടുന്നത് ഏതാ? പ്ലീഹയാണ്. അരുണ രക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തീമിയ. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. അരുണ രക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തീമിയ. അരുണ രക്താണുക്കളുടെ ഉൽപാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് വിളർച്ച അഥവാ അനീമിയ. അരുണ രക്താണുക്കളുടെ ഉൽപാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് വിളർച്ച അഥവാ അനീമിയ. ഇതും പ്രീവിയസ് ആയി PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് നോക്കേണ്ടതാണ് ശ്വേത രക്താണുക്കൾ അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കൾ അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC എന്നൊക്കെ നമ്മൾ പറയുന്നത്. ശരീരത്തിലെ പോരാളികളെന്നും പ്രതിരോധ ഭടന്മാരെന്നും അറിയപ്പെടുന്നത് ശ്വേത രക്താണുക്കൾ. ശരീരത്തിലെ പോരാളികളെന്നും പ്രതിരോധ ഭടന്മാരെന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെയാ? ശ്വേത രക്താണുക്കളെയാണ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ശ്വേത രക്താണുക്കളാണ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാ? ശ്വേത രക്താണുക്കളാണ്. ഏറ്റവും വലിയ രക്തകോശം എന്നറിയപ്പെടുന്നത് ശ്വേത രക്താണുവാണ്. പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഏറ്റവും വലിയ രക്തകോശം ഏതാ? അത് ശ്വേത രക്താണുക്കളാണ്. പ്രധാന ശ്വേത രക്താണുക്കൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. പ്രധാനപ്പെട്ട ശ്വേത രക്താണുക്കൾ ഏതൊക്കെയാ? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേത രക്താണു എന്നറിയപ്പെടുന്നത് മോണോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേത രക്താണു എന്നറിയപ്പെടുന്നത് മോണോസൈറ്റ് ആണ്. ഏറ്റവും ചെറിയ ശ്വേത രക്താണു എന്നറിയപ്പെടുന്നത് ലിംഫോസൈറ്റ് ആണ്. ഏറ്റവും ചെറിയ ശ്വേത രക്താണു എന്നറിയപ്പെടുന്നത് ആരാണ്? ലിംഫോസൈറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ശ്വേത രക്താണു ലിംഫോസൈറ്റ്. അവൻ ചെറുതായോണ്ട് ഒരുപാട് നാൾ ജീവിക്കും കേട്ടോ. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ശ്വേത രക്താണു ലിംഫോസൈറ്റ് ആണ്. ശരീരത്തിൽ പ്രവേശിക്കുന്ന ബാക്ടീരിയയെ വിഴുങ്ങി അവയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നത് ന്യൂട്രോഫിലാണ്. ശരീരത്തിൽ പ്രവേശിക്കുന്ന ബാക്ടീരിയയെ വിഴുങ്ങി അവയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നത് ആരാ? ന്യൂട്രോഫിലാണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് മോണോസൈറ്റ് ആണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ആരാണ്? മോണോസൈറ്റ് ആണ്. പ്രതിരോധം മറികടന്ന് ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് അവയെ മാത്രം നശിപ്പിക്കുന്നതാണ് ലിംഫോസൈറ്റുകളുടെ ജോലി. ശ്രദ്ധിച്ചോളണേ. പ്രതിരോധം മറികടന്ന് ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കുന്നത് ആരാ? ലിംഫോസൈറ്റുകളാണ്. എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്ന ശ്വേത രക്താണു ലിംഫോസൈറ്റ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
എയ്ഡ്സ് വൈറസ് അഥവാ HIV ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണു ഏതാ? ലിംഫോസൈറ്റുകളെയാണ്. ലിംഫോസൈറ്റുകൾ രണ്ടു തരം, ഒന്ന് ബി ലിംഫോസൈറ്റും മറ്റൊന്ന് ടി ലിംഫോസൈറ്റും. അപ്പോൾ ലിംഫോസൈറ്റുകൾ എത്ര തരമുണ്ട്? രണ്ട് തരമുണ്ട്, ഒന്ന് ബി ലിംഫോസൈറ്റും മറ്റൊന്ന് ടി ലിംഫോസൈറ്റും. അസ്ഥിമജ്ജയിൽ രൂപം കൊള്ളുന്ന ലിംഫോസൈറ്റുകളാണ് ബി ലിംഫോസൈറ്റുകൾ. അസ്ഥിമജ്ജയിൽ രൂപം കൊള്ളുന്ന ലിംഫോസൈറ്റുകളാണ് ആര്? ബി ലിംഫോസൈറ്റുകൾ. ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുക്കളാണ് ബി ലിംഫോസൈറ്റുകൾ. ഇമ്പോർട്ടന്റ് ആണ്. ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ബി ലിംഫോസൈറ്റുകളാണ്. ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡികൾ അറിയപ്പെടുന്ന പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഓർക്കണേ, ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡികൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ. തൈമസ് ഗ്രന്ഥിയിൽ രൂപം കൊള്ളുന്ന ലിംഫോസൈറ്റ് ആണ് ടി ലിംഫോസൈറ്റ്. അതുകൊണ്ടാണ് ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. തൈമസ് ഗ്രന്ഥിയിൽ നിന്നും രൂപം കൊള്ളുന്ന ലിംഫോസൈറ്റുകളാണ് ടി ലിംഫോസൈറ്റുകൾ. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേതരക്താണു ബേസോഫിൽ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ബേസോഫിൽ ആണ്. ശരീരത്തിൽ മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നത് ബേസോഫിൽ ആണ്. ശരീരത്തിൽ മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നത് ആരാ? ബേസോഫിൽ ആണ്. ശരീരത്തിൽ ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമാണ് രക്താർബുദം അഥവാ ലുക്കീമിയ. ഇമ്പോർട്ടന്റ് ആണ്. ശരീരത്തിലെ ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് രക്താർബുദം അഥവാ ലുക്കീമിയ. ശരീരത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. ശരീരത്തിലെ ശ്വേതരക്താണുക്കളുടെ അളവ് കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. 21ാമത്തെ ചോദ്യം, എന്താണ് പിനങ്ക സബ്ടെറേനിയ? എന്താണ് പിനങ്ക സബ്ടെറേനിയ? പിനങ്ക സബ്ടെറേനിയ എന്ന് പറഞ്ഞാൽ ഒരു അപൂർവ ഇനം ഈന്തപ്പനയാണ് കേട്ടോ. അപ്പോൾ പിനങ്ക സബ്ടെറേനിയ എന്ന് പറഞ്ഞാൽ 2022 കണ്ടെത്തിയ ഒരു പ്രത്യേക ഇനം ഈന്തപ്പനയാണ്. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ജീവിവർഗങ്ങൾ: അഗസ്ത്യമല മുളവാലൻ. അഗസ്ത്യാർ മലയുടെ ഭാഗമായി കണ്ടെത്തിയ തുമ്പി വിഭാഗമാണ് അഗസ്ത്യമല മുളവാലൻ. ഓർത്തോളനെ, അഗസ്ത്യമല മുളവാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗസ്ത്യാർ മലയുടെ ഭാഗമായി കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി വിഭാഗമാണ്. 2024 7 അപൂർവ ഇനം നിശാശലഭങ്ങളെ കണ്ടെത്തിയത് റാണിപുരം കാസർഗോഡ് നിന്നും. 2024 7 അപൂർവ ഇനം നിശാശലഭങ്ങളെ കണ്ടെത്തിയത് റാണിപുരം കാസർഗോഡ് ജില്ലയിൽ നിന്നും. യൂഫേയ വയനാഡെൻസിസ്. വയനാട് മേഖലകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി വിഭാഗമാണ് യൂഫേയ വയനാഡെൻസിസ്. അപ്പോൾ യൂഫേയ വയനാഡെൻസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വയനാട് മേഖലകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി വിഭാഗം. മെസംബ്രിയസ് ബംഗാലെൻസിസും എം ക്വാട്രി വിറ്റാറ്റസും തൃശൂർ ജില്ലയിലെ കോൾ നിലങ്ങളിൽ നിന്നും കണ്ടെത്തിയ പുഷ്പ ഈച്ചകളാണ് ഇവ. അപ്പോൾ മെസംബ്രിയൻസ് ബംഗാലെൻസിസും എം ക്വാട്രി വിറ്റാറ്റസും എന്താണെന്ന് ചോദിച്ചാൽ തൃശൂർ ജില്ലയിലെ കോൾ നിലങ്ങളിൽ നിന്നും കണ്ടെത്തിയ പുഷ്പ ഈച്ചകളാണ്. ഇൻഡോഫാനസ് ബാർബറ. വയനാട് മലമേഖലകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഉറുമ്പ് വർഗമാണ് ഇൻഡോഫാനസ് ബാർബറ. എന്താണ് ഇൻഡോഫാനസ് ബാർബറ? വയനാട് മലമേഖലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഉറുമ്പ് വർഗമാണ്. ടൈനിഗോണാലോസ് ധൃതിയ. കേരളത്തിന്റെ ഭാഗമായ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കടന്നൽ വർഗമാണ് ടൈനിഗോണാലോസ് തൃതീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ടൈനിഗോണാലോസ് തൃതീയ എന്താണ്? കേരളത്തിന്റെ ഭാഗമായ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കടന്നലാണ്. ക്ലിപ്സൈഡ് ബാംബു ടെയിൽ. തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി വർഗമാണ് ക്ലിപ്സൈഡ് ബാംബു ടെയിൽ. ക്ലിപ്സൈഡ് ബാംബു ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് അടുത്തിടെ കണ്ടെത്തിയ പ്രധാനപ്പെട്ട സസ്യവർഗങ്ങളെ പറ്റിയിട്ടാണ്. എംബ്ലിക്ക ചക്രബർത്തി. ഇടമലയാർ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ നെല്ലിക്ക കുടുംബത്തിൽപ്പെട്ട പുതിയ ഇനം സസ്യമാണ് എംബ്ലിക്ക ചക്രബർത്തി. എന്താണ് എംബ്ലിക്ക ചക്രബർത്തി എന്ന് പറഞ്ഞാൽ? ഇടമലയാർ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ നെല്ലിക്ക കുടുംബത്തിൽപ്പെട്ട പുതിയ ഇനം സസ്യമാണ് എംബ്ലിക്ക ചക്രബർത്തി. സ്റ്റെല്ലാരിയ മാക്ലിൻ റോക്കിയ. നെല്ലിയാമ്പതി കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് സ്റ്റെല്ലാരിയ മാക്ലിൻ റോക്കിയ. എന്താ സ്റ്റെല്ലാരിയ മാക്ലിൻ റോക്കിയ എന്ന് പറഞ്ഞാൽ? നെല്ലിയാമ്പതി കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് സ്റ്റെല്ലാരിയ മാക്ലിൻ റോക്കിയ.
യൂണിയാല കെരാലെൻസിസ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് യൂണിയാല കെരാലെൻസിസ്. എന്താണ് യൂണിയാല കെരാലെൻസിസ് എന്ന് പറഞ്ഞാൽ? അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് യൂണിയാല കെരാലെൻസിസ്. പൊന്മുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് സിപ്ലോക്കസ് മോഹാനനിയ. ഓർക്കണേ, സിപ്ലോക്കസ് മോഹാനനിയ എന്ന് പറഞ്ഞാൽ പൊന്മുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ്. മെമിസൈലോൺ ഇടുക്കിയാനം ഇടുക്കിയിലെ മതികെട്ടാൻചോല ദേശീയ ഉദ്യാനത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം വൃക്ഷമാണ് മെമിസൈലോൺ ഇടുക്കിയാനം. അപ്പോൾ മെമിസൈലോൺ ഇടുക്കിയാനം എന്താണ്? ഇടുക്കിയിലെ മതികെട്ടാംചോല ദേശീയ ഉദ്യാനത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം വൃക്ഷമാണ്. ഇംബറ്റീൻസ് അച്യുതാനന്ദിനി തിരുവനന്തപുരം കല്ലാർ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് ഇംബറ്റീൻസ് അച്യുതാനന്ദിനി. ഇംബറ്റീൻസ് അച്യുതാനന്ദിനി അപ്പോൾ എന്താണ്? തിരുവനന്തപുരം കല്ലാർ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ്. ഇക്സോറ ഗാർഡ്ഗിലിയാന ഇടുക്കി വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ ചെറുവൃക്ഷമാണ് ഇക്സോറ ഗാർഡ്ഗിലിയാന. അപ്പോ ഇക്സോറ ഗാർഡ്ഗിലിയാന എന്ന് പറഞ്ഞാൽ ഇടുക്കി വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ ചെറിയ വൃക്ഷമാണ്. യൂജീനിയ ഏലപ്പാറൻസിസ് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഏലപ്പാറയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കുറ്റിച്ചെടിയാണ് യൂജീനിയ ഏലപ്പാറൻസിസ്. യൂജീനിയ ഏലപ്പാറൻസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഏലപ്പാറയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കുറ്റിച്ചെടിയാണ്. പോർട്ടുലാക്ക ഭാരത് ആന്ധ്രാപ്രദേശിലെ പൂർവ്വഘട്ട മേഖലയിലെ വരണ്ടതും പാറക്കെട്ടുള്ളതുമായ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പൂച്ചെടിയാണ് പോർട്ടുലാക്ക ഭാരത്. പോർട്ടുലാക്ക ഭാരത് എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ പൂർവ്വഘട്ട മേഖലയിലെ വരണ്ടതും പാറക്കെട്ടുള്ളതുമായ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പൂച്ചെടി. US വൂളി ഡെവിൾ സസ്യം US-ലെ ബിഗ് ബെൻഡ് ദേശീയ ഉദ്യാനത്തിൽ നിന്നും ഏകദേശം 50 വർഷത്തിനിടയിൽ കണ്ടെത്തിയ ഏറ്റവും പുതിയ സസ്യവർഗം എന്നറിയപ്പെടുന്നത് വൂളി ഡെവിൾ സസ്യമാണ്. അപ്പോൾ വൂളി ഡെവിൾ സസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? US ബിഗ് ബെൻഡ് ദേശീയ ഉദ്യാനത്തിൽ നിന്നും ഏകദേശം 50 വർഷത്തിനിടയിൽ കണ്ടെത്തിയ പുതിയ സസ്യവർഗമാണ് വൂളി ഡെവിൾ സസ്യം. സോംബി സ്പൈഡർ ഫംഗസ് ചിലന്തികളെ സോംബികളാക്കി മാറ്റാൻ കഴിവുള്ള പുതിയ ഇനം ഫംഗസുകളാണ് സോംബി സ്പൈഡർ ഫംഗസ്. സോംബി സ്പൈഡർ ഫംഗസ് എന്താണ്? ചിലന്തികളെ സോംബികളാക്കി മാറ്റുവാൻ കഴിവുള്ള പുതിയ ഇനം ഫംഗസുകളാണ് സോംബി സ്പൈഡർ ഫംഗസുകൾ. ബിഗ് ബോയി ഓസ്ട്രേലിയയിൽ നിന്നും കണ്ടെത്തിയ ഫണൽ വെബ് ചിലന്തി വിഭാഗമാണ് ബിഗ് ബോയി. ഇമ്പോർട്ടന്റ് ആണ്. ബിഗ് ബോയി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസ്ട്രേലിയയിൽ നിന്നും കണ്ടെത്തിയ ഫണൽ വെബ് ചിലന്തി വിഭാഗമാണ് ബിഗ് ബോയി. ഇന്റഗ്രൽ ജെല്ലി ഫിഷ് ജപ്പാന്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ പുതിയ ജെല്ലി ഫിഷ് ഇനമാണ് ഇന്റഗ്രൽ ജെല്ലി ഫിഷ്. ഇന്റഗ്രൽ ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞാൽ ജപ്പാന്റെ തീരത്ത് നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ജെല്ലി ഫിഷ് ആണ് ഇന്റഗ്രൽ ജെല്ലി ഫിഷ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ഉത്തരമാര മീസൽസ് ആണ്. മീസൽസ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസ് അല്ലെങ്കിൽ ഒരു വൈറസ് രോഗമാണ്. അപ്പൊ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? മീസൽസ് ആണ്. മീസൽസ് എന്ന് പറഞ്ഞാൽ ഒരു വൈറൽ രോഗമാണ്. ഏതൊക്കെ രോഗം പഠിക്കാതെ പോയില്ലെങ്കിലും വൈറസ് രോഗം പഠിച്ചോളേ സുഹൃത്തുക്കളെ. PSC സ്ഥിരം ചോദിക്കുന്നതാണ്. എക്സാം എളുപ്പമാണെങ്കിൽ വളരെ എളുപ്പമുള്ള വൈറസ് രോഗങ്ങളായിരിക്കും ചോദിക്കുന്നത് PSC. അതുകൊണ്ട് മുഴുവൻ വൈറസ് രോഗങ്ങളും പഠിച്ചു വെക്കുക. നമുക്ക് പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങളൊന്ന് പഠിക്കാം. ആദ്യമായി പഠിക്കുവാനുള്ളതാണ് ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്, മീസൽസ്, യെല്ലോ ഫീവർ അഥവാ മഞ്ഞപ്പനി, ചിക്കൻ ഗുനിയ, എബോള, സാർസ്. ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്, മീസൽസ്, യെല്ലോ ഫീവർ അഥവാ മഞ്ഞപ്പനി, ചിക്കൻ ഗുനിയ, എബോള, സാർസ്. അടുത്ത സെറ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഇൻഫ്ലുവൻസ, വസൂരി അഥവാ സ്മാൾ പോക്സ്, വസൂരി അഥവാ സ്മാൾ പോക്സ്, പോളിയോ, പേവിഷബാധ, ഹെപ്പറ്റൈറ്റിസ്, പക്ഷിപ്പനി, എയ്ഡ്സ്. നമ്മുടെ സെക്കൻഡ് സെറ്റ് എന്താ പറഞ്ഞത്? ഇൻഫ്ലുവൻസ, വസൂരി അഥവാ സ്മാൾ പോക്സ്, പോളിയോ, പേവിഷബാധ, ഹെപ്പറ്റൈറ്റിസ്, പക്ഷിപ്പനി, എയ്ഡ്സ്. നമ്മുടെ മൂന്നാമത്തെ സെറ്റാണ് പന്നിപ്പനി, മുണ്ടുനീര്, ജലദോഷം, അഞ്ചാം പനി, ജപ്പാൻ ജ്വരം, കുരങ്ങ് പനി. പന്നിപ്പനി, മുണ്ടുനീര്, ജലദോഷം, അഞ്ചാം പനി, ജപ്പാൻ ജ്വരം, കുരങ്ങ് പനി. വളരെ 4 or 5 ഓപ്ഷൻ തന്നെ പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണല്ലേ. അപ്പോഴാണ് ഇത്രയും രോഗങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട, നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡുണ്ട്. ഇവന്മാരെ മൊത്തം നമുക്ക് ആ കോഡിനകത്ത് അങ്ങ് ഉൾപ്പെടുത്തി പഠിച്ചു കളയാം. എന്നാലും ഒന്നുകൂടി സുഹൃത്തുക്കൾക്കൊന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാം. പ്രധാന വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? സെറ്റ് 1 വരുന്നത് ആരൊക്കെയാണ്? ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്, മീസൽസ്, യെല്ലോ ഫീവർ അഥവാ മഞ്ഞപ്പനി,
ചിക്കൻ ഗുനിയ, എബോള, സാർസ്. സെറ്റ് 2വിനകത്ത് വരുന്നത് ഇൻഫ്ലുവൻസ, വസൂരി അഥവാ സ്മാൾ പോക്സ് എന്ന് തന്നെ പഠിക്കണം. പോളിയോ, പേവിഷബാധ, ഹെപ്പറ്റൈറ്റിസ്, പക്ഷിപ്പനി, എയ്ഡ്സ്. സെറ്റ് 3വിനകത്ത് എന്താ വരുന്നത്? പന്നിപ്പനി, മുണ്ടുനീര്, ജലദോഷം, അഞ്ചാം പനി, ജപ്പാൻ ചുരം, കുരുങ്ങ് പനി. ഇത്രയെങ്കിലും നമ്മൾ വൈറസ് രോഗങ്ങളിൽ പഠിച്ചു വെച്ചിരിക്കണം. ഇവയിൽ ഏതെങ്കിലുമൊക്കെ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം ഇവൻ എങ്ങനെ പഠിച്ചെടുക്കാമെന്ന്. സുഹൃത്തുക്കളെ, വൈറസ് രോഗം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഈസി കോഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കോഡ് ഇത്രയേ ഉള്ളൂ: DYSP അമ്മച്ചിക്ക് ജപ്പാൻ ദോഷം എന്നങ്ങ് പഠിക്കുക. DYSP അമ്മച്ചിക്ക് ജപ്പാൻ ദോഷം എന്നങ്ങ് പഠിക്കുക. ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ സുഹൃത്തുക്കളെ. DYSP അമ്മച്ചിക്ക് ജപ്പാൻ ദോഷം എന്നങ്ങ് പഠിക്കുക. ഇതിൽ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കിപ്പനിയെ സൂചിപ്പിക്കുന്നു. D എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെങ്കിപ്പനി. Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ഫീവർ അഥവാ മഞ്ഞപ്പനി. Y എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യെല്ലോ ഫീവർ അഥവാ മഞ്ഞപ്പനി. എസിനകത്ത് 2 പ്രധാനപ്പെട്ട രോഗമുണ്ട്, സാഴ്സും അതുപോലെ സ്മോൾ പോക്സ് അഥവാ വസൂരിയും. പഠിച്ചോളണേ, എസിനകത്ത് 2 പ്രധാനപ്പെട്ട രോഗങ്ങളുണ്ട്, സാഴ്സും അതുപോലെ സ്മാൾ പോക്സ് അഥവാ വസൂരി എന്നങ്ങ് പഠിക്കണം കേട്ടോ. വസൂരി അല്ലെങ്കിൽ സ്മാൾ പോക്സ് എന്നൊന്ന് പഠിച്ചു വെച്ചോളണേ, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ എസിനകത്തുള്ള 2 പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതാണ്? സാഴ്സും അതുപോലെ തന്നെ സ്മാൾ പോക്സ് അഥവാ വസൂരി. പിക്കകത്ത് വരുന്ന രോഗങ്ങളാണ് പോളിയോ, പേവിഷബാധ, പക്ഷിപ്പനി, പന്നിപ്പനി. ഈസിയാണ്. DYSPയുടെ പിക്കകത്ത് വരുന്നത് ആരൊക്കെയാണ്? പോളിയോ, പേവിഷബാധ, പക്ഷിപ്പനി, പന്നിപ്പനി. അമ്മച്ചിക്ക് ഉള്ളതിന്റെ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബോള. അമ്മച്ചിയുടെ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബോള. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീസൽസ്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീസൽസ്. അടുത്ത M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടുനീര്. അടുത്ത M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടുനീര്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡ്സ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡ്സ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രധാനപ്പെട്ട രോഗങ്ങൾ: ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, കൊറോണ. C എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, കൊറോണ. അപ്പോ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ്. അമ്മച്ചിയുടെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെപ്പറ്റൈറ്റിസ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങ് പനി. അപ്പോ അമ്മച്ചിക്ക് എന്നുള്ളതിന്റെ ഫുൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ സുഹൃത്തുക്കൾക്ക് കിട്ടിയല്ലോ. ഇനിയുള്ളത് ജപ്പാനാണ്. ജപ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ ജപ്പാൻ ചുരം. ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം. കഴിഞ്ഞ കേട്ടോ പരിപാടി. ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജലദോഷം. അതുപോലെ തന്നെ ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജപ്പാൻ ജ്വരമാണ്. ജപ്പാൻ ജ്വരത്തെയും സൂചിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഒന്നുകൂടി പറഞ്ഞു തരാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. വൈറസ് രോഗങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈസി കോഡ് എന്തെന്ന് ചോദിച്ചാല് DYSP അമ്മച്ചിക്ക് ജപ്പാൻ ദോഷം എന്നങ്ങ് പഠിക്കുക. DYSP അമ്മച്ചിക്ക് ജപ്പാൻ ദോഷം എന്നങ്ങ് പഠിക്കുക. ഇതിൽ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കിപ്പനി, Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ഫീവർ അഥവാ മഞ്ഞപ്പനി, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട രോഗങ്ങൾ: സാഴ്സും സ്മാൾ പോക്സ് അഥവാ വസൂരിയും. സാഴ്സും സ്മാൾ പോക്സ് അഥവാ വസൂരിയും എന്ന് തന്നെ എടുത്ത് പഠിക്കുക. പിക്കകത്ത് പ്രധാനപ്പെട്ട 4 രോഗങ്ങൾ: പോളിയോ, പേവിഷബാധ, പക്ഷിപ്പനി, പന്നിപ്പനി. പിക്കകത്ത് പ്രധാനപ്പെട്ട 4 രോഗങ്ങള്: പോളിയോ, പേവിഷബാധ, പക്ഷിപ്പനി, പന്നിപ്പനി. എക്കകത്ത് എബോള. ആദ്യത്തെ എമ്മിനകത്ത് മീസൽസ്, രണ്ടാമത്തെ എമ്മിനകത്ത് മുണ്ടുനീര. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം കേട്ടോ. ആദ്യത്തെ എമ്മിനകത്ത് മീസൽസ്, രണ്ടാമത്തെ എമ്മിനകത്ത് മുണ്ടുനീര്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡ്സ് ആണ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രധാനപ്പെട്ട രോഗങ്ങൾ: ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, കൊറോണ. ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, കൊറോണ സിക്കുള്ളിലുള്ള രോഗങ്ങളാണ്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ്, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ, K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങ് പനി. അപ്പോൾ അമ്മച്ചിക്ക് എന്നുള്ള അക്ഷരത്തിനകത്തുള്ള എല്ലാ രോഗങ്ങളും നമ്മളേലായി. പിന്നെ ആകെയുള്ളത് ജപ്പാൻ ദോഷമാണ്. അതിൽ ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ ജ്വരം, ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിക്കാം. ഈ കോഡിലൂടെ സുഹൃത്തുക്കൾ പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഏത് സൂക്ഷ്മജീവിയാണ് അറ്റ്ലസ് ഫുഡ് എന്ന രോഗം ഉണ്ടാക്കുന്നത്? ഉത്തരം ഫംഗസ് ആണ്. മനുഷ്യൻ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഫംഗസ് രോഗങ്ങൾ നമ്മൾ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ PSC ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട് മനുഷ്യനുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഫംഗസ് രോഗങ്ങൾ. ഒന്നാമത്തതാണ് കാൻഡിഡിയാസിസ്. എന്താണ് കാൻഡിഡിയാസിസ്? ഒരുപാട് തവണ ഇപ്പോൾ PSC പ്രീവിയസ് ആയി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാൻഡിഡിയാസിസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണം ആരാണ്? നമ്മുടെ ഫംഗസ് ആണ്. അസ്പെർജിലോസിസ് എന്ന രോഗത്തിന് കാരണവും ഫംഗസ് ആണ്. എന്താണ് അസ്പെർജിലോസിസ്? ജോക്ക് ഇച്ചിങ് പഠിച്ചോളുക. എന്താണ് ജോക്ക് ഇച്ചിങ് എന്ന രോഗത്തിന് കാരണം? ഫംഗസുകളാണ്.
വാലി ഫീവർ ഉണ്ടാക്കുന്നതിന് കാരണം ഫംഗസുകളാണ്. വാലി ഫീവർ ഉണ്ടാകുന്നതിന് കാരണം ഫംഗസുകളാണ്. റിംഗ് വേം ഡിസീസ് ഉണ്ടാക്കുന്നതിന് കാരണം ഫംഗസുകളാണ്. ഇമ്പോർട്ടൻസ് ആയിട്ട് അങ്ങ് പഠിച്ചോളെ സുഹൃത്തുക്കളെ. സ്റ്റാർ ഇട്ട് പഠിക്കുക. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും ചിന്തിക്കും. റിംഗ് വേം ഡിസീസിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അതൊരു ഫംഗസ് ഡിസീസ് ആണ്. അതുപോലെ തന്നെ സ്പോറോ ട്രൈക്കോസിസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണവും ഫംഗസ് ആണ്. സ്പോറോ ട്രൈക്കോസിസ് എന്നറിയപ്പെടുന്ന രോഗത്തിന് കാരണവും എന്താണ്? ഫംഗസ് ആണ്. ഇത്രയും രോഗങ്ങളെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചോളേ, ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കളെ. ഒന്നുകൂടി പറയാം. കാൻഡിഡിയാസിസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണം ഫംഗസ് ആണ്. അസ്പെർജിലോസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് ഫംഗസ് ആണ്. മനുഷ്യന് ജോക്ക് ഇച്ചിങ് ഉണ്ടാക്കുന്നത് ഫംഗസ് ആണ്. വാലി ഫീവർ എന്ന് പറയുന്നത് ഫംഗസ് രോഗമാണ്. റിംഗ് വേം ഡിസീസ് എന്നറിയപ്പെടുന്നത് ഫംഗസ് രോഗമാണ്. സ്പോറോ ട്രൈക്കോസിസ് എന്നറിയപ്പെടുന്നത് ഫംഗസ് രോഗമാണ്. സ്പോറോ ട്രൈക്കോസിസ് എന്നറിയപ്പെടുന്നത് ഒരു ഫംഗസ് രോഗമാണ്. നമുക്ക് പഠിക്കാം ബാക്ടീരിയ രോഗങ്ങൾ. ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, ഡിഫ്തീരിയ, ടൈഫോയിഡ്, വില്ലൻ ചുമ, പ്ലേഗ്, എലിപ്പനി, ഗൊണേറിയ, സിഫിലിസ്, ആന്ത്രാക്സ്, തൊണ്ടകാറല്. പഠിച്ചോളേ, ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, ഡിഫ്തീരിയ, ടൈഫോയിഡ്, വില്ലൻ ചുമ, പ്ലേഗ്, എലിപ്പനി, ഗൊണേറിയ, സിഫിലിസ്, ആന്ത്രാക്സ്, തൊണ്ടകാറൽ എന്നിവയാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ: ജലദോഷം, വസൂരി, മുണ്ടിനീര്, ന്യൂമോണിയ, വില്ലൻ ചുമ, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം, സാർസ്. ഒന്നുകൂടി പറയാം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാ? ജലദോഷം, വസൂരി, മുണ്ടിനീര്, ന്യൂമോണിയ, വില്ലൻ ചുമ, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം, സാർസ് എന്നിവയാണ്. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഒരു ഈസി കോഡ് പറഞ്ഞുതരാം. സുഹൃത്തുക്കൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കോഡ് ഇത്രയേ ഉള്ളൂ. വായിലെ നീരുദോഷം മാറാൻ ചിക്കൻ തിന്ന വില്ലനായ വാസുസാറിന്റെ മീശയിൽ ക്ഷയം വന്നു. ഈസി കോഡാണ്. വായിലെ നീരുദോഷം മാറാൻ ചിക്കൻ തിന്ന വില്ലനായ വാസുസാറിന് മീശയിൽ ക്ഷയം വന്നു എന്നങ്ങ് പഠിച്ചു വെക്കുക. ഈസിയാണേ. ഇനി നമുക്ക് ഈ കോഡിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. വായിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്നർത്ഥം. വായിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്നാണ് അർത്ഥം. നീര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടിനീര്. നീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടിനീര്. ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം. ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം. ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിക്കൻ പോക്സ്. ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിക്കൻ പോക്സ്. വില്ലനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലൻ ചുമ. വില്ലനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വില്ലൻ ചുമ. വാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വസൂരി. വാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വസൂരി. സാറിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സാർസ് ആണ്. സാറിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാർസ് ആണ്. ഇനി മീശയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീസൽസിനെ സൂചിപ്പിക്കുന്നു. മീശയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീസൽസിനെ സൂചിപ്പിക്കുന്നു. ക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷയം രോഗം തന്നെയാണ്. അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങളെല്ലാം നമുക്ക് കിട്ടിയേ. കോഡ് ഒന്നുകൂടി ആവർത്തിക്കാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. വായിലെ നീരുദോഷം മാറാൻ ചിക്കൻ തിന്ന വില്ലനായ വാസുസാറിന് മീശയിൽ ക്ഷയം വന്നു എന്നങ്ങ് പഠിക്കുക. വായിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ സൂചിപ്പിക്കുന്നു. നീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടിനീര്. ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം. ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ പോക്സ്. വില്ലനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലൻ ചുമ. വാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസൂരി. സാറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർസ്. മീശയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീസൽസ്. ക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷയരോഗം തന്നെയാണ്. പഠിക്കുക. വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം. വെള്ളത്തിലൂടെ പകരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് എലിപ്പനി, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കളെ ഒരു ഈസി കോഡ് പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വെള്ളക്കോള കുടിച്ച എലി മഞ്ഞട്ടൈ കെട്ടി എന്നങ്ങ് പഠിക്കുക. വെള്ളക്കോള കുടിച്ച എലി മഞ്ഞട്ടൈ കെട്ടി എന്നങ്ങ് പഠിക്കുക. വെള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലൂടെ പകരുന്നു എന്ന് അർത്ഥം വെക്കുന്നു. വെള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളെ സൂചിപ്പിക്കുന്നു. കോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളറ. കോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളറ. എലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിപ്പനി. എലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിപ്പനി. മഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം. മഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം. ടൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഫോയിഡ്. ടൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഫോയിഡ്. ഒന്നുകൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ കോഡ്. വെള്ളക്കോള കുടിച്ച എലി മഞ്ഞട്ടൈ കെട്ടി എന്നങ്ങ് പഠിക്കുക.
വെള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളെ സൂചിപ്പിക്കുന്നു. കോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളറ, എലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിപ്പനി, മഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം, ടൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഫോയിഡ് ആണ് പഠിക്കുക. സമ്പർക്ക മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണും കുഷ്ഠവും. ഇത് രണ്ടും PSCയുടെ ഇഷ്ടമേഖലയാണ്, പഠിച്ചോളണേ. സമ്പർക്ക മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണും കുഷ്ഠവും. ശരീരദ്രവങ്ങളിലൂടെ പകരുന്ന രോഗം അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് എയ്ഡ്സ്, എബോള, ഗൊണേറിയ, സിഫിലിസ്. പഠിച്ചോളണേ. ശരീരദ്രവങ്ങളിലൂടെ പകരുന്ന രോഗം അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് എയ്ഡ്സ്, എബോള, ഗൊണേറിയ, സിഫിലിസ് എന്നിവ. പഴകിയ ഭക്ഷണം കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബോട്ടുലിസം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. പഴകിയ ഭക്ഷണം കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബോട്ടുലിസം എന്ന് പറയുന്നത്. ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗമാണ് കോളറ, വയറിളക്കം. ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗമാണ് കോളറ, വയറിളക്കം. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗമാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതാണ്? മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ രോഗങ്ങളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. സമ്പർക്ക മുഖേന ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് ചോദിച്ചാൽ അത് ചെങ്കണ്ണും കുഷ്ഠവും. ശരീരദ്രവങ്ങളിലൂടെ പകരുന്ന രോഗം എന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗമെന്ന് അറിയപ്പെടുന്നത് എയ്ഡ്സ്, എബോള, ഗൊണേറിയ, സിഫിലിസ് എന്നിവയാണ്. പഴകിയ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന രോഗം ബോട്ടുലിസം. ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗം കോളറ, വയറിളക്കം. കൊതു മുഖേന ഉണ്ടാകുന്ന രോഗം മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയാണ് പഠിക്കുക. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനങ്ങളും ലക്ഷ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാകുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാകുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ആരോഗ്യ വകുപ്പിന്റെ സേവനങ്ങൾ ആദിവാസി ജനങ്ങൾക്ക് നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി നടപ്പിലാക്കിയ പദ്ധതി സ്നേഹഹസ്തം പദ്ധതി. ആരോഗ്യ വകുപ്പിന്റെ സേവനങ്ങൾ ആദിവാസി ജനങ്ങൾക്ക് നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം പദ്ധതി. തൊഴിലിടങ്ങളിൽ താമസ സ്ഥലങ്ങളിലും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ലയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ബന്ധു പദ്ധതി. തൊഴിലിടങ്ങളിലെ താമസ സ്ഥലങ്ങളിലും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിന് എറണാകുളം ജില്ല നടപ്പിലാക്കിയ പദ്ധതിയാണ് ബന്ധു പദ്ധതി. ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നതിന് ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ് പദ്ധതി. ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ് എന്നുള്ളത്. രാജ്യത്താദ്യമായി പക്ഷാഘാത ബാധിതരാകുന്നവർക്ക് ആരോഗ്യപരമായ തുടർജീവിതം ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മിഷൻ സ്ട്രോക്ക്. രാജ്യത്താദ്യമായിട്ട് പക്ഷാഘാത ബാധിതരായവർക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ടുള്ളവർക്ക് ആരോഗ്യപരമായ തുടർജീവിതം ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മിഷൻ സ്ട്രോക്ക് എന്നുള്ളത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആരോഗ്യ വകുപ്പിന്റെ സേവനങ്ങൾ ആദിവാസി ജനങ്ങൾക്ക് നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി നടപ്പിലാക്കുന്ന പദ്ധതി സ്നേഹഹസ്തം പദ്ധതി. തൊഴിലിടങ്ങളിൽ താമസ സ്ഥലങ്ങളിലും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിന് എറണാകുളം ജില്ലയിൽ നടപ്പിലാക്കിയ പദ്ധതി ബന്ധു പദ്ധതി. ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ് പദ്ധതി. രാജ്യത്താദ്യമായി പക്ഷാഘാത ബാധിതരാകുന്നവർക്ക് ആരോഗ്യപരമായ തുടർജീവിതം ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മിഷൻ സ്ട്രോക്ക്. കാരുണ്യ പദ്ധതി ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള ചികിത്സാ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് കാരുണ്യ പദ്ധതി. പഠിച്ചോളണേ. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. കാരുണ്യ ലോട്ടറിയിലൂടെയാണ് കാരുണ്യ പദ്ധതിക്കുള്ള സാമ്പത്തികം കണ്ടെത്തുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. കാരുണ്യ ലോട്ടറിയിലൂടെയാണ് കാരുണ്യ പദ്ധതിക്കുള്ള സാമ്പത്തികം കണ്ടെത്തുന്നത്. സ്നേഹസാന്ത്വനം പദ്ധതി എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സ്നേഹസാന്ത്വനം പദ്ധതി. എന്താണ് സ്നേഹസാന്ത്വനം പദ്ധതി? പഠിക്കുക. ഒന്നുകൂടി പറയാം. ആർദ്രം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികളായി തുടങ്ങുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. കാരുണ്യ പദ്ധതി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ പദ്ധതി. കാരുണ്യ ലോട്ടറിയിലൂടെയാണ്
കാരുണ്യ പദ്ധതിക്കുള്ള സാമ്പത്തികം കണ്ടെത്തുന്നത്? സ്നേഹസാന്ത്വന പദ്ധതി എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹ സാന്ത്വന പദ്ധതി. പഠിക്കുക. സ്വാസ്ഥ്യം പദ്ധതി അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടി അറിയപ്പെടുന്ന പേരാണ് സ്വാസ്ഥ്യം പദ്ധതി. എന്താ സുഹൃത്തുക്കളെ പറഞ്ഞത്? സ്വാസ്ഥ്യം പദ്ധതി അർബുദം നേരത്തെ കണ്ടെത്തുകയും അത് തടയുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമുള്ള ബോധവൽക്കരണ പരിപാടി അറിയപ്പെടുന്ന പേരാണ് സ്വാസ്ഥ്യം പദ്ധതി. സുഹൃതം പദ്ധതി മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സുഹൃതം പദ്ധതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് സുഹൃതം പദ്ധതി. മൃതസഞ്ജീവനി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. ഒന്നുകൂടി പറയുവാണ്. അർബുദം നേരത്തെ കണ്ടെത്തുകയും അത് തടയുകയും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം പദ്ധതി. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് സുഹൃതം പദ്ധതി. മസ്തിഷ്ക മരണം സംഭവിക്കുന്നവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. സമാശ്വാസം പദ്ധതി വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. സമാശ്വാസം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന ധനസഹായം 1100 രൂപയാണ് പ്രതിമാസം. പഠിക്കുക. സമാശ്വാസം പദ്ധതിയിലൂടെ അനുവദിക്കപ്പെടുന്ന ധനസഹായം എത്രയാണ്? 1100 രൂപയാണ്. ആശ്വാസകിരണം പദ്ധതി കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസകിരണം പദ്ധതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിതർ പൂർണ്ണമായും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന സ്പെഷ്യൽ ആശ്വാസകിരണം പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. അതുകൂടി പഠിക്കുക. ആശ്വാസകിരണം പദ്ധതിയുടെ അനുവദിക്കുന്ന ധനസഹായം 600 രൂപയാണ്. ആശ്വാസകിരണം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന തുക എത്ര സുഹൃത്തുക്കളെ? 600 രൂപയാണ് പ്രതിമാസം. ഒന്നുകൂടി പറയുവാണ്. വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്ന BPL വിഭാഗത്തിൽ പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ സമാശ്വാസം പദ്ധതി. സമാശ്വാസം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന ധനസഹായം എത്രയെന്ന് ചോദിച്ചാൽ 1100 രൂപ പ്രതിമാസം. ആശ്വാസകിരണം പദ്ധതി കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസകിരണം പദ്ധതി. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസകിരണം പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിതർ പൂർണ്ണമായും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന സ്പെഷ്യൽ ആശ്വാസകിരണ പദ്ധതിയും കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. ആശ്വാസകിരണ പദ്ധതിയുടെ അനുവദിക്കുന്ന ധനസഹായം എത്രയെന്ന് ചോദിച്ചാൽ അത് 600 രൂപയാണ് പ്രതിമാസം. പഠിക്കുക. അടുത്തതാണ് കാരുണ്യ ബെലവനന്റ് ഫണ്ട്. എന്താണ് കാരുണ്യ ബെലവനന്റ് ഫണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാരുണ്യ ബെലവനന്റ് ഫണ്ട് സംസ്ഥാന തലത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2012 ഫെബ്രുവരി മാസം 26-ാം തീയതി AK ആന്റണിയാണ്. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. കാരുണ്യ ബെലവനന്റ് ഫണ്ട് സംസ്ഥാന തലത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2012 ഫെബ്രുവരി 26-ന് AK ആന്റണിയാണ്. പദ്ധതിയിലൂടെ വൃക്കരോഗം, ഹൃദ്രോഗം, കരൾ സംബന്ധമായ രോഗം തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം 2 ലക്ഷം രൂപയാണ്. പഠിക്കുക. പദ്ധതിയിലൂടെ വൃക്കരോഗികള്, അതുപോലെ ഹൃദ്രോഗികള്, കരൾ സംബന്ധമായ രോഗമുള്ളവർ തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം 2 ലക്ഷം രൂപയാണ്. എല്ലാ BPL കുടുംബങ്ങൾക്കും പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള APL കുടുംബങ്ങൾക്കുമാണ് ഈ പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുന്നത്. ഇത്രയും PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് കാരുണ്യ ബെലവനന്റ് ഫണ്ട് എന്ന് ചോദിച്ചാൽ, കാരുണ്യ ബെലവനന്റ് ഫണ്ട് സംസ്ഥാന തലത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2012 ഫെബ്രുവരി 26-ന് AK ആന്റണിയാണ്.
പദ്ധതിയിലൂടെ വൃക്കരോഗം, ഹൃദ്രോഗം, കരൾ സംബന്ധമായ രോഗം തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം 2 ലക്ഷം രൂപ. എല്ലാ BPL കുടുംബങ്ങൾക്കും പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള APL കുടുംബങ്ങൾക്കുമാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകുന്നത്. പഠിക്കുക. ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ആയുർദളം പദ്ധതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് ആയുർദളം പദ്ധതി. വിമുക്തി കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്ത കേരളം പദ്ധതിയാണ് വിമുക്തി പദ്ധതി. പ്രീവിയസ് ചോദ്യമായി ചോദിച്ചതാണ്. കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്ത കേരളം എന്നുള്ള പദ്ധതിയാണ് വിമുക്തി പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിക്കുക. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് കണാരോഗം. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് കണാരോഗം. വിറ്റാമിൻ എ മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാൽ കാണപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാൽ തന്നെ കാണപ്പെടുന്ന വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ എ ആണ്. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം എ ആണ്. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം എ ആണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. കരളിൽ സംഭരിക്കപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ ജീവകം എ ആണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കരളില് സംഭരിക്കപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം എ ആണ്. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തത, മാലക്കണ്ണ് അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ്. ഇതെല്ലാം ഒറ്റ സാധനമാണ്. നിശാന്തത അല്ലെങ്കിൽ അവനെ നമുക്ക് മാലക്കണ്ണെന്ന് വിളിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് എന്ന് വിളിക്കാം, നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ സീറോഫ്താൽമിയ എന്ന് പറയുന്ന രോഗം ഏതാണ്? സീറോഫ്താൽമിയ എന്ന് പറയുന്ന രോഗം. ഇതിൽ പഠിക്കേണ്ടത് ഒരു കാര്യം കൂടെ ഉണ്ട് സുഹൃത്തുക്കളെ. ഇതിൽ ജീവകം A1 കുറവ് മൂലം നിശാന്തതയും ജീവകം A2 കുറവ് മൂലം സീറോഫ്താൽമിയയും ഉണ്ടാകുന്നു. ഇപ്പൊ PSC അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് പഠിക്കേണ്ടതുണ്ട്. ജീവകം A1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തത, ജീവകം A2 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സീറോഫ്താൽമിയ. സീറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ അറിയാലോ സുഹൃത്തുക്കളെ, കണ്ണിന്റെ ഈർപ്പം നഷ്ടമാകുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ എന്നറിയപ്പെടുന്നത്. ജീവകം A ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളാണ്. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില. പഠിച്ചോളനെ. ജീവകം A ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാ? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു കരോട്ടിനാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാ? കരോട്ടിനാണ്. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു കരോട്ടിനാണ്. പഠിച്ചോളനെ. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? അത് കരോട്ടിനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വളരെ ഈസിയാണ്. മനുഷ്യരീരത്തിലെ പ്രകൃതിയെ കാണുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം എ ആണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. കരളിൽ സംഭരിക്കപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തതയും അതുപോലെ തന്നെയാണ് സീറോഫ്താൽമിയയും. ഇതിൽ ജീവകം A1 കുറവ് മൂലം നിശാന്തത ഉണ്ടാകുന്നു. നിശാന്തതയുടെ മറ്റു പേരുകൾ എന്താണ്? മാലക്കണ്ണ്, നൈറ്റ് ബ്ലൈൻഡ്നസ്. ജീവകം A2 കുറവ് മൂലമാണ് സീറോഫ്താൽമിയ എന്നുള്ള രോഗം ഉണ്ടാകുന്നത്. സീറോഫ്താൽമിയ എന്ന് വെച്ചാൽ കണ്ണിന്റെ ഈർപ്പം രഹിതമാകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് സീറോഫ്താൽമിയ. ഇനി ജീവകം A ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാ? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? കരോട്ടിനാണ്. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു എന്ന് ചോദിച്ചാൽ അതും കരോട്ടിനാണ്. പഠിക്കുക. അടുത്തതാണ് വൈറ്റമിൻ ബി. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം ചോദിച്ചാൽ ജീവകം ബി ആണ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം ചോദിച്ചാൽ അത് ജീവകം ബി ആണ്. ധാനികങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ ചോദിച്ചാൽ അതും വൈറ്റമിൻ ബി ആണ്. പഠിച്ചോളനെ. ധാനികങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇവയുടെ മെറ്റബോളിസത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ ബി ആണ്. ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണും അതുപോലെ തന്നെ ബെറിബെറിയും. പഠിച്ചോളനെ. ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണും അതുപോലെ തന്നെ ബെറിബെറിയും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വൈറ്റമിൻ ബിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം ബി ആണ്. ധാനികങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ ബി ആണ്. ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ് അല്ലെങ്കിൽ ബെറിബെറി. വായ്പുണ്ണും അതുപോലെ തന്നെ ബെറിബെറിയും. ജീവകം സി.
അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം സി ആണ്. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏതാ? ജീവകം സി ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന ജീവകം ജീവകം സി ആണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ജീവകം സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സി ആണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഈ പറഞ്ഞതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സുഹൃത്തുക്കളെ, പഠിച്ചോളനെ. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം സി ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. പഠിക്കുക. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം സി ആണ്. പഠിച്ചോളനെ. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നും ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് ജീവകം സി ആണ്. പഠിച്ചോളനെ. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നും ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ സി ആണ്. ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി എന്ന് പറയുന്നത്. ജീവകം സിയുടെ അപര്യാപ്തത രോഗം എന്താണ്? സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്കർവിയാണ്. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം എന്നറിയപ്പെടുന്നത് സി ആണ്. മറക്കല്ലേ. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ജീവകം സി ലഭിക്കുന്ന പ്രധാന ഭക്ഷണങ്ങളാണ് പുളിരുചിയുള്ള പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില. പുളിരുചിയുള്ള പഴങ്ങള്, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില എന്നിവയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം സി ആണ്. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നും ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് ജീവകം സി ആണ്. മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം സി ആണ്. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നും ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് ജീവകം സി ആണ്. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം സി ആണ്. ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി എന്നറിയപ്പെടുന്നത്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാ? സ്കർവിയാണ്. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ജീവകം സി ലഭിക്കുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കൾ ഏതാ? പുളിരുചിയുള്ള പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില. ഇതിൽ നെല്ലിക്ക പഠിച്ചു വെക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജീവകം ഡി. കാൽസിഫെറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം ഡി ആണ്. കാൽസിഫെറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം ഡി ആണ്. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം ഡി ആണ് കേട്ടോ. ശരീരത്തിലെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ, അല്ലെങ്കിൽ അവന് ഇംഗ്ലീഷ് നമ്മൾ എന്ന് പറയുന്നു റിക്കറ്റ്സ് എന്ന് പറയും കേട്ടോ. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അവൻ എന്താ പറയുന്നത്? റിക്കറ്റ്സ് എന്നാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കാൽസിഫെറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ അത് ഡി ആണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ത്വക്കിനടിയിൽ രൂപീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ജീവകം എന്നൊക്കെ അറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. അതുകൊണ്ടാണ് സൺഷൈൻ വൈറ്റമിൻ എന്ന പേരിൽ ആരറിയപ്പെടുന്നത്? ജീവകം ഡി അറിയപ്പെടുന്നത്. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയുന്നു? റിക്കറ്റ്സ് എന്ന് പറയുന്നു. അടുത്തതാണ് ജീവകം ഇ.
ടോക്കോഫിറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ ജീവകം ഇ ആണ്. ടോക്കോഫിറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകം ഇ ആണ്. പഠിച്ചോളനെ, ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ചോദിച്ചാൽ ജീവകം ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. ജീവകം ഇയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത. പഠിച്ചോളനെ, ജീവകം ഇയുടെ അപര്യാപ്തത രോഗം എന്നറിയപ്പെടുന്നത് വന്ധ്യതയാണ്. അതുകൊണ്ട് തന്നെ ആന്റി സ്റ്റെറിലിറ്റി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. അതുകൊണ്ട് തന്നെ ആന്റി സ്റ്റെറിലിറ്റി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ജീവകം ഇ ആണ്. പ്രധാനമായും ജീവകം ഇ ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നുമാണ് കേട്ടോ. പ്രധാനമായിട്ടും ജീവകം ഇ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സസ്യ എണ്ണകളിൽ നിന്നുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജീവകം ഇയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ടോക്കോഫിറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ ജീവകം ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഇ ആണ്. ജീവകം ഇയുടെ അപര്യാപ്തത രോഗം എന്നറിയപ്പെടുന്നത് വന്ധ്യതയാണ്. ആന്റി സ്റ്റെറിലിറ്റി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. പ്രധാനമായും ജീവകം ഇ ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നുമാണ്. അടുത്തതാണ് ജീവകം കെ. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൻ എന്നാണ്. പഠിച്ചോളനെ, ജീവകം കെയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഫില്ലോക്വിനോൻ എന്നാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ അത് ജീവകം കെ ആണ്. പഠിച്ചോളനെ, തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം കെ ആണ്. ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ, അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കാൻ ഒരുപാട് സമയം എടുക്കും കേട്ടോ. ജീവകം കെയുടെ അപര്യാപ്തത രോഗം അറിയപ്പെടുന്ന പേരാണ് ഹീമോഫീലിയ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു പേരിൽ പറയുന്നുണ്ട്, എന്താണ്? റോയൽ ഡിസീസ് എന്നല്ലേ. റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ്. ഹീമോഫീലിയ ദിനമെന്ന് പറയുന്നത് ഏപ്രിൽ 17 ആണ്. ഹീമോഫീലിയ ദിനമെന്നറിയപ്പെടുന്നത് ഏപ്രിൽ 17 ആണ്. ജീവകം കെ അല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻ കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ക്യാബേജ്, ചീര, കോളിഫ്ലവർ. ജീവകം കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാ? ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ ജീവകം കെ ആണ്. ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? റോയൽ ഡിസീസ് എന്ന്. ഹീമോഫീലിയ ദിനമെന്ന് ആചരിക്കുന്നത് ഏപ്രിൽ 17 ആണ്. വൈറ്റമിൻ കെ ലഭ്യമാകുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയാണ്. ഭൂഗുരുത്വാകർഷണ ത്വരണം അഥവാ സ്മോൾ ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ധ്രുവ പ്രദേശങ്ങളിലാണ്. സ്ഥിരം PSCയുടെ ചോദ്യമേഖലയാണിത്. ഭൂഗുരുത്വാകർഷണ ത്വരണം അഥവാ ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ധ്രുവ പ്രദേശങ്ങളിലാണ്. അപ്പൊ നമുക്ക് ഭൂഗുരുത്വാകർഷണ ബലത്തെ പറ്റി ഒന്ന് നോക്കാം. ഗുരുത്വാകർഷണ ബലം. പിണ്ഡമുള്ള രണ്ട് വസ്തുക്കൾ തമ്മിൽ പരസ്പരം അനുഭവപ്പെടുന്ന ആകർഷണ ശക്തിയാണ് ഗുരുത്വാകർഷണ ബലം എന്നറിയപ്പെടുന്നത്. എന്താണ് ഗുരുത്വാകർഷണ ബലം എന്ന് ചോദിച്ചാല് പിണ്ഡമുള്ള രണ്ട് വസ്തുക്കൾ തമ്മിൽ പരസ്പരം അനുഭവപ്പെടുന്ന ആകർഷണ ശക്തിയാണ് ഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് വസ്തുവിന്റെ പിണ്ഡം അഥവാ മാസ് എന്ന് പറയുന്നത്. ഓർത്തോളണേ, ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് വസ്തുവിന്റെ പിണ്ഡം അഥവാ മാസ് എന്ന് പറയുന്നത്. വസ്തുവിന്റെ പിണ്ഡവും അതുമൂലമുണ്ടാകുന്ന ഗുരുത്വാകർഷണ ബലവും നേരനുപാതത്തിലായിരിക്കും. വസ്തുവിന്റെ പിണ്ഡം അഥവാ മാസും അതുമൂലമുണ്ടാകുന്ന ഗുരുത്വാകർഷണ ബലവും നേരനുപാതത്തിലായിരിക്കും. അതായത് ഒരു വസ്തുവിന്റെ പിണ്ഡം അഥവാ മാസ് കൂടിക്കഴിഞ്ഞാൽ ആ വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നുണ്ട്. ദൂരം കൂടുന്തോറും ഗുരുത്വാകർഷണ ബലം അതിവേഗം കുറയുന്നു. ദൂരം ഇരട്ടിയാകുമ്പോൾ ഗുരുത്വാകർഷണ ബലം 4/1 കുറയും. ഇതാണ് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ദൂരം കൂടുമ്പോൾ ഗുരുത്വാകർഷണ ബലം ഉറപ്പായിട്ടും കുറയും. എന്നാൽ ദൂരം ഇരട്ടിയാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗുരുത്വാകർഷണ ബലം 4/1 കുറയും. അപ്പോൾ ദൂരം ഇരട്ടിയായാൽ ഗുരുത്വാകർഷണ ബലം 4/1 കുറയും. ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളതാണ് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം. ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം.
രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം അവയുടെ പിണ്ഡങ്ങളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവ തമ്മിലുള്ള ദൂരത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. ഇതിനെയാണ് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം എന്നറിയപ്പെടുന്നത്. ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം എന്താ? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം അവയുടെ പിണ്ഡങ്ങളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവ തമ്മിലുള്ള ദൂരത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഇവിടെ M1 എന്ന് പറഞ്ഞൊരു വസ്തു ഇരിപ്പുണ്ട്. അതിനുശേഷം അല്പം ദൂരെയായിട്ട് ഇവിടെ M2 എന്ന് പറഞ്ഞ മറ്റൊരു വസ്തു ഇരിപ്പുണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നു. ഈ M1 എന്ന് പറയുന്ന വസ്തുവിന്റെ മാസ് മൂലം M2ലും M2 എന്ന് പറയുന്ന വസ്തുവിന്റെ മാസ് മൂലം N1ലും എന്ത് അനുഭവപ്പെടുന്നുണ്ട്? ആകർഷണ ബലം അനുഭവപ്പെടുന്നുണ്ട്. ഈ ആകർഷണ ബലത്തെയാണ് നമ്മൾ ഗുരുത്വാകർഷണ ബലം എന്ന പേരിൽ വിളിക്കുന്നത് അല്ലേ? ഓക്കെ ആണ്. ഇനി എന്താ നമ്മുടെ ന്യൂട്ടൻ പറഞ്ഞത്? രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം അവയുടെ പിണ്ഡങ്ങളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും. അതായത് ഈ പറഞ്ഞ M1 എന്ന് പറയുന്ന വസ്തുവിന്റെയും M2 എന്ന് പറയുന്ന വസ്തുവും തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് M1നെ M2 തമ്മിൽ ഗുണിക്കുന്നതിന് കിട്ടുന്ന തുകയ്ക്ക് തുല്യമായിരിക്കുമെന്നാണ് ആദ്യത്തെ പോയിന്റിൽ പുള്ളിക്കാരൻ പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? അവ തമ്മിലുള്ള ദൂരത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. എങ്ങനെയാ സുഹൃത്തുക്കളെ M1 മുതൽ M2 വരെയുള്ള ദൂരം നമ്മൾ അളക്കുന്നത്? M1 എന്ന് പറയുന്ന വസ്തുവിന് ഒരു സെന്റർ പോയിന്റ് കാണും, M2 എന്ന് പറയുന്ന ഒരു വസ്തുവിന് സെന്റർ പോയിന്റ് കാണും അല്ലേ? ആ രണ്ട് സെന്റർ പോയിന്റും ഇടയ്ക്കുള്ള ഗ്യാപ്പിനെയല്ലേ നമ്മൾ പറയുന്നത് ആ വസ്തുവിന്റെ കൃത്യമായിട്ടുള്ള അകലം അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത്? ഈ ദൂരത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ ദൂരം കൂടുന്നതിനനുസരിച്ച് ഈ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം കുറയുമെന്ന് സാരം കേട്ടോ. ഇത്രയേ ഉള്ളൂ ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം എന്ന് പറഞ്ഞാൽ. ഇനി ഇത് അദ്ദേഹം ഒരു ഇക്വേഷൻ ആയിട്ട് അങ്ങ് എഴുതി വെച്ചു. ആ ഇക്വേഷൻ ആണ് PSC നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. F ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G M1 M2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമത്തിന്റെ സൂത്രവാക്യം എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി പറയാം, നമ്മുടെ സൂത്രവാക്യം എന്താണ്? F ഈസ് ഈക്വൽ ടു G ക്യാപിറ്റൽ G ഗുണം M1 M2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്നാണ്. ഇതിൽ F എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗുരുത്വാകർഷണ ബലം. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ ബലം. ക്യാപിറ്റൽ G എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം അഥവാ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയും കേട്ടോ. ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് 6.674 × 10⁻11 ആണ് കേട്ടോ. ഓർത്തോളണം, ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ക്യാപിറ്റൽ G എന്ന് പറയും. ഇതിന്റെ മൂല്യം എത്രയാണ്? 6.674 × 10⁻11 ആണ്. M1 M2 ആകർഷിക്കപ്പെടുന്ന രണ്ട് വസ്തുക്കളുടെ പിണ്ഡങ്ങളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. M1 M2 എന്ന് പറയുന്നത് ആകർഷിക്കപ്പെടുന്ന രണ്ട് വസ്തുക്കളുടെ പിണ്ഡങ്ങളാണ്. ഇനി R എന്താണ്? വസ്തുക്കളുടെ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരത്തെയാണ് സൂചിപ്പിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വസ്തുവിന്റെ സെൻട്രൽ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത വസ്തുവിന്റെ സെൻട്രൽ പോയിന്റ് വരെ നീളത്തിന് നമ്മൾ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടെ R എന്ന് പറയുന്നത്. അതുകൂടെ സുഹൃത്തുക്കളെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ സൂത്രവാക്യം ഒന്നുകൂടി പറയാം. F ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G M1 M2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ ആണ്. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ ബലം, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം, അല്ലെങ്കിൽ നമ്മൾ അവൻ ഇംഗ്ലീഷിൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയും. ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് ഏകദേശം 6.674 × 10⁻11 ആണ്. M1 M2 ആകർഷിക്കപ്പെടുന്ന രണ്ട് വസ്തുക്കളുടെ പിണ്ഡങ്ങളാണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുക്കളുടെ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരമാണ്. ഓർക്കുക. ഇനി നമുക്ക് നോക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ഭൂഗുരുത്വ ത്വരണം. ഇതും PSC ചോദിക്കുന്നതാണ്. ഭൂഗുരുത്വ ത്വരണം. ഒരു വസ്തുവിന് ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം അഥവാ ആക്സിലറേഷൻ അറിയപ്പെടുന്ന പേരാണ് ഭൂഗുരുത്വ ത്വരണം. ഒരു വസ്തുവിന് ഗുരുത്വാകർഷണ ബലം മൂലമുണ്ടാകുന്ന ത്വരണം അഥവാ ആക്സിലറേഷൻ അറിയപ്പെടുന്ന പേരാണ് ഭൂഗുരുത്വ ത്വരണം. ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിന്റെ പിണ്ഡത്തെ ആശ്രയിക്കുന്നില്ല. ഇത് ഇവിടെ വെച്ചങ്ങ് പഠിച്ചോളണേ. ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിന്റെ പിണ്ഡത്തെ അഥവാ മാസിനെ ആശ്രയിക്കുന്നില്ല. അതായത് മാസ് കൂടിയാലും കുറഞ്ഞാലും ഗുരുത്വാകർഷണ ബലം മൂലമുണ്ടാകുന്ന ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷന് വ്യത്യാസമുണ്ടാകുന്നില്ല. ഭൂമിയിൽ പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ഒരുപോലെയായിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്. ഭൂമിയിൽ പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണമാണോ? അതെങ്ങനെയായിരിക്കും? ഒരുപോലെ ആയിരിക്കും. ഗുരുത്വാകർഷണ ത്വരണ മൂല്യം അഥവാ സ്മോൾ g എത്രയാണ്?
9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗുരുത്വാകർഷണ ത്വരണ മൂല്യം അഥവാ സ്മാൾ ജി എത്രയാ? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഭൂമിയിൽ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലായതിനാൽ ധ്രുവ പ്രദേശങ്ങളിൽ വസ്തുവിന്റെ ഭാരം കൂടുതലായിരിക്കും. ഇത് ഒറ്റ പോയിന്റ് ആയിട്ട് പഠിച്ചോളണേ. PSC 2 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, പക്ഷെ നമ്മൾ ഒറ്റ പോയിന്റ് ആയിട്ട് പഠിക്കണം. ഭൂമിയിലെ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലായതിനാൽ ധ്രുവ പ്രദേശങ്ങളിൽ വസ്തുക്കളുടെ ഭാരം കൂടുതലായിരിക്കും. ധ്രുവ പ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. വളരെ ചെറിയൊരു വേരിയേഷൻ ആണ് ഈ പറയുന്നത് കേട്ടോ. ധ്രുവ പ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഭൂമിയിൽ ഗുരുത്വാകർഷണ മൂല്യം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ആയതിനാൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ വസ്തുവിന്റെ ഭാരം കുറവായിരിക്കും. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. ഭൂമിയിൽ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലായതിനാൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ വസ്തുവിന്റെ ഭാരം കുറവായിരിക്കും. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ചെറിയൊരു വേരിയേഷൻ ഉള്ളല്ലേ. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഭൂകേന്ദ്രത്തിൽ ഗുരുത്വാകർഷണ ബലം 0 ആയതിനാൽ ഭൂകേന്ദ്രത്തിൽ വസ്തുവിന് ഭാരം 0 ഇമ്പോർട്ടന്റ് ആണ്. ഭൂകേന്ദ്രത്തിലെ ഗുരുത്വാകർഷണ ബലം 0 ആയതിനാൽ ഭൂകേന്ദ്രത്തിൽ നമ്മൾ, അതായത് ഭൂമിയുടെ സെന്റർ ഭാഗത്ത് നമ്മൾ ഒരു വസ്തുവിനെ കൊണ്ടുവച്ചാൽ അതിന്റെ ഭാരം 0 ഇത്രയും പോയിന്റ്സ് ഓർക്കുക. വിവിധ ഗ്രഹങ്ങളിലെ ഗുരുത്വാകർഷണ മൂല്യത്തെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണ മൂല്യം 9.8 ആണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ മൂല്യം 9.8 ആണ്. ബുധന്റെ ഗുരുത്വാകർഷണ മൂല്യം 3.7 ആണ്. ബുധന്റെ ഗുരുത്വാകർഷണ മൂല്യം 3.7 ആണ്. ശുക്രന്റെ ഗുരുത്വാകർഷണ മൂല്യം 8.9 ആണ്. ശുക്രന്റെ ഗുരുത്വാകർഷണ മൂല്യം 8.9 ആണ്. ചൊവ്വയുടെ ഗുരുത്വാകർഷണ മൂല്യം 3.7 ആണ്. ചൊവ്വയുടെ ഗുരുത്വാകർഷണ മൂല്യം 3.7 ആണ്. വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണ മൂല്യം 23.1 ആണ്. ഇമ്പോർട്ടന്റ് ആണ്. വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണ മൂല്യം 23.1 ആണ്. ശനിയുടെ ഗുരുത്വാകർഷണ മൂല്യം 9 ആണ്. ശനിയുടെ ഗുരുത്വാകർഷണ മൂല്യം 9 ആണ്. യുറാനസിന്റെ ഗുരുത്വാകർഷണ മൂല്യം 8.7 ആണ്. യുറാനസിന്റെ ഗുരുത്വാകർഷണ മൂല്യം 8.7 ആണ്. നെപ്റ്റ്യൂണിന്റെ ഗുരുത്വാകർഷണ മൂല്യം 11 ആണ്. നെപ്റ്റ്യൂണിന്റെ ഗുരുത്വാകർഷണ മൂല്യം 11 ആണ്. സൂര്യന്റെ ഗുരുത്വാകർഷണ മൂല്യം 274 ആണ്. സൂര്യന്റെ ഗുരുത്വാകർഷണ മൂല്യം എന്ന് പറഞ്ഞാൽ 274 ആണ്. ചന്ദ്രന്റെ ഗുരുത്വാകർഷണ മൂല്യം എന്ന് പറയുന്നത് 1.62 ആണ്. ചന്ദ്രന്റെ ഗുരുത്വാകർഷണ മൂല്യം എന്ന് പറയുന്നത് 1.62 ആണ്. ഇത്രയും പോയിന്റ്സ് ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഗുരുത്വാകർഷണ ബലത്തിന്റെ സവിശേഷതകളാണ്. ഗുരുത്വാകർഷണ ബലത്തിന്റെ സവിശേഷതകൾ. ഗുരുത്വാകർഷണ ബലം എപ്പോഴും ആകർഷിക്കുന്ന സ്വഭാവമുള്ളതാണ്. അതായത് ഗുരുത്വാകർഷണ ബലത്തിന് വികർഷണ സ്വഭാവമില്ല. ഇങ്ങനെയുള്ള പോയിന്റ് ഓർത്ത് പഠിച്ചോളണേ. ഗുരുത്വാകർഷണ ബലം എപ്പോഴും ആകർഷിക്കുന്ന സ്വഭാവമുള്ളതാണ്. അതിനാൽ തന്നെ ഗുരുത്വാകർഷണ ബലത്തിന് വികർഷണ സ്വഭാവം ഇല്ല. പ്രപഞ്ചത്തിലെ മറ്റു അടിസ്ഥാന ബലങ്ങളെ അപേക്ഷിച്ച് ഗുരുത്വാകർഷണ ബലം വളരെ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ ഏറ്റവും ദുർബലമായ ബലം എന്നറിയപ്പെടുന്നത് ആരാ? അത് ഗുരുത്വാകർഷണ ബലമാണ്. പ്രപഞ്ചത്തിലെ മറ്റു അടിസ്ഥാന ബലങ്ങളെ അപേക്ഷിച്ച് ഗുരുത്വാകർഷണ ബലം വളരെ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ ഏറ്റവും ദുർബലമായ ബലം എന്നറിയപ്പെടുന്നത് ഗുരുത്വാകർഷണ ബലമാണ്. ഗുരുത്വാകർഷണ ബലത്തിന് ദൂരപരിധിയില്ല. എത്ര ദൂരെയാണെങ്കിലും പിണ്ഡമുള്ള രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം ഉണ്ടാകും. എങ്കിലും ദൂരം കൂടുന്തോറും അതിന്റെ തീവ്രത കുറയും. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഗുരുത്വാകർഷണ ബലത്തിന് ദൂരപരിധിയില്ല. എത്ര ദൂരെയാണെങ്കിലും പിണ്ഡമുള്ള രണ്ട് വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലം ഉണ്ടാകും. എങ്കിലും ദൂരം കൂടുമ്പോൾ അതിന്റെ തീവ്രത കുറയുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഗുരുത്വാകർഷണ ബലത്തിന്റെ പ്രാധാന്യമാണ്. ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഗുരുത്വാകർഷണ ബലത്തിന്റെ പ്രാധാന്യം. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ് നമ്മളെയും മറ്റു വസ്തുക്കളെയും ഭൂമിയുടെ ഉപരിതലത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ് നമ്മളെയും മറ്റു വസ്തുക്കളെയും ഭൂമിയുടെ ഉപരിതലത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. സൂര്യന്റെ ഗുരുത്വാകർഷണ ബലമാണ് ഗ്രഹങ്ങളെ ഒരു പ്രത്യേക ഭ്രമണപഥത്തിൽ നിലനിർത്തുകയും സൂര്യന് ചുറ്റും കറങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നത്. അതുപോലെ ഗ്രഹങ്ങളെ ചുറ്റുന്നതും ഈ ബലം കാരണമാണ്.
സൂര്യന്റെ ഗുരുത്വാകർഷണ ബലമാണ് ഗ്രഹങ്ങളെ ഒരു പ്രത്യേക ഭ്രമണപഥത്തിൽ നിലനിർത്തുകയും സൂര്യന് ചുറ്റും കറങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങളെ ചുറ്റുന്നതും എന്ത് ബലം മൂലമാ? ഗുരുത്വാകർഷണ ബലം മൂലമാണ്. ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലമാണ് ഭൂമിയിലെ സമുദ്രങ്ങളിൽ വേലിയിറക്കങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം. ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലമാണ് ഭൂമിയിലെ സമുദ്രങ്ങളിലെ വേലിയേറ്റവും വേലിയിറക്കങ്ങളും ഉണ്ടാകാൻ കാരണം. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ് അന്തരീക്ഷത്തിൽ വാതകങ്ങളെ ഭൂമിക്ക് ചുറ്റും പിടിച്ചു നിർത്തുന്നത്. കോടിക്കണക്കിന് നക്ഷത്രങ്ങളെയും വാതകങ്ങളെയും പൊടിപടലങ്ങളെയും ഒന്നിപ്പിച്ചു നിർത്തി ഗാലക്സികൾ രൂപപ്പെടുത്തുന്നതും നക്ഷത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിനും ഗുരുത്വാകർഷണ ബലം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കോടിക്കണക്കിന് നക്ഷത്രങ്ങളെയും വാതകങ്ങളെയും പൊടിപടലങ്ങളെയും ഒന്നിപ്പിച്ചു നിർത്തി ഗാലക്സികൾ രൂപപ്പെടുത്തുന്നതിനും നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നതിനും ഗുരുത്വാകർഷണ ബലം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇത്രയുമായിരുന്നു നമ്മുടെ ലാബ് അസിസ്റ്റന്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഡേ 3 നമ്മൾ നോക്കിയത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒത്തിരി ടോപ്പിക്കുകൾ നമ്മളോട് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും നേരം ഈ വീഡിയോയുടെ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ എത്തുന്ന സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ല ദിവസം നേരുന്നു.